Okay, we are ready. 3, 2, 1, 0. ഹലോ എവ്രി വൺ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് റോക്കറ്റ് സയൻസ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ലെക്ചർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രൊഫസറിനെ വെയിറ്റ് ചെയ്ത് രാവിലെ തന്നെ ക്ലാസ്സിൽ ഇരിക്കുമ്പം പെട്ടെന്നൊരു മനുഷ്യൻ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് കയ്യിൽ കുറേ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ ആയിട്ട് കടന്നു വന്നു. ഞങ്ങൾ ശരിക്കും ആലോചിച്ചു ആരുടെയാളെന്ന്. കാര്യം പുള്ളിയെ കണ്ടിട്ട് ഞങ്ങളുടെ ടിപ്പിക്കൽ ഒരു പ്രൊഫസേഴ്സിൻ്റെ ഒരു ലുക്കും ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ പ്രൊഫസറും ഞാൻ പോളിഷ് റോക്കറ്ററി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. പക്ഷേ പുള്ളി കൊണ്ടുവന്ന ആ പെട്ടിയിൽ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത് നല്ല വലിയ ഒരു പണിയായിരുന്നെന്ന് അന്ന് നമ്മൾ അറിഞ്ഞില്ല. പ്രൊഫസർ അന്ന് കൊണ്ടുവന്നത് 2 റോക്കറ്റാണ്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് അത് സിമുലേറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്യണം. ഫ്ലൈ ചെയ്യുക മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പാരഷൂട്ട് ഉണ്ട്. അത് ഡിപ്ലോയ് ചെയ്തും കൂടെ ചെയ്താൽ മാത്രമേ ഈ സബ്ജക്റ്റ് നമ്മൾ പാസ്സാകൂ. അങ്ങനെ ഞങ്ങളുടെ ഒരു ശനിയും ഞായറും എടുത്ത്, അത് വെറും ശനിയും ഞായറല്ല, ഞങ്ങൾ എക്സാമിൻ്റെ 2 ദിവസം മുമ്പുള്ള ശനിയും ഞായറും എടുത്ത് രാവിലെ 8 മണി തൊട്ട് രാത്രി 11-11:30 വരെ ഞങ്ങളെ ലാബിലെടുത്ത് ഈ റോക്കറ്റ് ബിൽഡ് ചെയ്യിപ്പിച്ച് ഒരു 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോളണ്ടിൻ്റെ ഏതോ കാട്ടിലുള്ള ഒരു പാടത്ത് പോയിട്ട് അവിടെ വെച്ച് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ് ഞങ്ങളുടെ ഈ പ്രൊഫസർ. ഒരു സൈഡിൽ ഞങ്ങൾ ഇവിടെ ടെൻഷൻ കറിയിക്കുമ്പോൾ അതാ ഒരു മനുഷ്യൻ കൂളായിട്ട് ഇതെല്ലാം ലൈവ് ടെലികാസ്റ്റ് എടുത്ത് കണ്ടോ. ആ മൊമെൻറ്റിൽ അത് പറക്കാഞ്ഞത് അവൻ്റെ ഭാഗ്യം. ദേ ഈ പോന്ന കണ്ടില്ലേ, ഇവനാണ് കോർക്ക്. ഇവൻ ഭയങ്കര ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഇവനെ കോർക്ക് എന്ന് വിളിക്കുന്നത്. ആൾ ചെറുതാണെങ്കിലും നല്ല അനുസരണമുള്ളതാണ് കേട്ടോ. ബാക്കി എല്ലാവരും റോക്കറ്റ് പറന്ന് അപ്പുറത്തെ പാടത്ത് പോയി കിടന്നപ്പോഴത്തേക്കും ഇവൻ നിന്നെടുത്തുനിന്ന് കുത്തനെ മേപ്പോട്ട് പോയിട്ട് അത് കൂട്ട് തന്നെ താഴെ വന്ന് വീണു. ഇത് ശരിക്കും ഒരു ചെറിയ എക്സ്പെരിമെന്റ് ആണെങ്കിലും നമുക്കിത് ഉള്ളിൽ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഭയങ്കര വലുതായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തൊരു സാധനം നമ്മളെ മുന്നിൽ തന്നെ ഫ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ ഇല്ലേ, അത് ഒരു നെക്സ്റ്റ് ലെവൽ ഫീൽ തന്നെയായിരുന്നു. നമ്മുടെ ചില വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഈവൻറ്റ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. ആ ഒരു ഈവൻറ്റിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര വലിയൊരു സ്പാർക്ക് അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. സോ ഇനിയും ഇങ്ങനെയുള്ള കഥകളൊക്കെ ആയിട്ട് വിൽ സീ യു ബിഫോർ ദ നെക്സ്റ്റ് ബ്ലർ. ബൈ ബൈ.